നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗ്രീഡ് സാറാണ്. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ വീഡിയോ ആണെന്ന് പറഞ്ഞ് മാഷ് ചെയ്തു. ഇനിയും നിങ്ങൾ പറഞ്ഞ സാധനം മാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ക്ലാസ് ടേബിൾ. അന്നേരം ക്ലാസ് ടേബിൾ എന്തൊക്കെ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിനകത്തൊന്ന് പിടിച്ചെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷ കൊണ്ട് ഈ ക്ലാസ് ടേബിൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്. പിന്നെയും പല കളറിലുള്ള ക്ലാസ് ടേബിൾ കാണും. പച്ച, നീല, ചുവപ്പ്. അതിലൊന്നും കാര്യമില്ല. അയ്യോ ഞങ്ങളുടെ കയ്യിൽ പച്ച ക്ലാസ് ടേബിളാണ്, ഞങ്ങളുടെ കയ്യിൽ മഞ്ഞയാണ് എന്നൊന്നും പറയേണ്ട. എല്ലാത്തിനും അത് ഒരേ കണ്ടൻ്റാണ്. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവൻ കുറേ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കും. അന്നേരം ഏതൊക്കെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നു, എന്തിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കുമൊക്കെ ഉപകരിക്കുന്നൊരു സാധനമാണ് ഇവൻ. ആര്? ക്ലാസ് ടേബിൾ. അപ്പം നമുക്കിവനൊന്ന് പരിചയപ്പെട്ടു തുടങ്ങാം അല്ലേ? ഓക്കെ വാ. അന്നേരം ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട, നിങ്ങൾ ഉദ്ദേശിച്ച ക്ലാസ് ടേബിൾ. കണ്ടോ? ഇതിനകത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുക, ഇതിനകത്ത് താണ്ടേ തുറക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാം അല്ലേ? ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നിങ്ങളുടെ പേര് പോലും എഴുതാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലവരുണ്ട് അറിയാവുന്ന ഇക്വേഷൻസും ഡെറിവേഷനും എല്ലാം എഴുതി അങ്ങ് നിറയ്ക്കുന്നുണ്ട്, ഇവിടെ അല്ല, മൂലയ്ക്കുമല്ല. അങ്ങനെ ആകുമ്പം ഇവൻ പ്രശ്നകാരിയാകും. ആര്? ക്ലാസ് ടേബിൾ. പിന്നെ നിങ്ങളെ മാൽ പ്രാക്ടീസിൻ്റെ പേരിൽ വേണമെങ്കിൽ ഡിബാർ ചെയ്യാനോ പരീക്ഷ എഴുതാതിരിക്കാനോ ഒക്കെ സഹായിക്കുന്ന സാധനമായി മാറും ക്ലാസ് ടേബിൾ. അതായത് നമ്മുടെ ശത്രുവായി മാറരുത്, മിത്രമാകണം. മിത്രമായ നമുക്ക് ഒരുപാട് സഹായം ചെയ്തു തരുന്നവനാണ് ഈ ക്ലാസ് ടേബിൾ. അന്നേരം ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നില്ല. കാരണം ലോഗരിതം ആൻറ്റി ലോഗരിതം ഒക്കെ എടുക്കുന്നത് കുറച്ച് കാര്യമായിട്ടൊക്കെ പഠിക്കേണ്ടതാണ്. ഒരുപാട് സമയമൊക്കെ എടുത്തെടുക്കേണ്ടതാണ്. ഇതിനകത്തുണ്ട് ലോഗരിതം ഉണ്ട്, ആൻറ്റി ലോഗരിതം ഉണ്ട്, നാച്ചുറൽ സൈൻ ഉണ്ട്, നാച്ചുറൽ കൊസൈൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ CBSE കാർക്കാണ് കൂടുതൽ വരുന്നത്. അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സിലും മാത്സിലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവനെ കൊണ്ട് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അന്നേരം ആദ്യം തന്നെ നമുക്ക് കെമിസ്ട്രിയുടെ നോക്കാം. കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം കെമിസ്ട്രിയുടെ നാണ്ട് ഇതിനകത്ത് ആദ്യത്തെ പേജിനകത്ത് നിങ്ങൾക്ക് കണ്ടൻ്റ് എല്ലാം കൃത്യമായിട്ട് ഇൻഡെക്സ് എല്ലാം കൃത്യമായിട്ട് കിടക്കുന്നതിനകത്ത് നിങ്ങൾ നോക്കുമ്പം ഏകദേശം ഒരു 8ാമത് പീരിയോഡിക് ടേബിൾ, ഒരു 54ാമത്തെ പേജിലൊക്കെ പീരിയോഡിക് ടേബിൾ കാണാം. ചിലതിനകത്തൊക്കെ ചില പേജ് നമ്പറൊക്കെ മാറ്റം വരുമായിരിക്കാം. അന്നേരം അത് നിങ്ങൾ നോക്കണ്ട. എന്നാലും പീരിയോഡിക് ടേബിൾ കണ്ടോ? പീരിയോഡിക് ടേബിളുണ്ട്. ഇത് നിങ്ങൾക്ക് സഹായമാകും. കാരണം പീരിയോഡിക് ടേബിൾ വളരെ വ്യക്തവും ശക്തവുമായി ഈ പേജിനകത്തുണ്ട്. അതായത് കെമിസ്ട്രിക്ക് സഹായമാകുന്ന ഒരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ. കാരണം അതിൻ്റെ കൃത്യമായിട്ട് എലമെൻസിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മതി. അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പറൊക്കെ കൃത്യമായിട്ട് നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ. അതിൻ്റെ താഴെ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ് ഉണ്ട്. അതും ചിലപ്പോൾ നിങ്ങളെ ഒരുവിധം സഹായിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ +1 +2 കൂടുതൽ സഹായം. എന്നാൽ പോലും ഓക്കെയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത പേജ് 56ാമത്തെ പേജിൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. അവിടെ ഈ എലമെൻസിൻ്റെയൊക്കെ അറ്റോമിക് വെയിറ്റ് ഒക്കെ തന്നിരിക്കും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അറ്റോമിക് വെയിറ്റ് തന്നിരിക്കും, ഇല്ലെങ്കിൽ ഇത് നോക്കി അങ്ങ് എഴുതാം. അറ്റോമിക് വെയിറ്റ് ഒക്കെ തന്നിരിക്കും. മിക്കവാറുള്ള എലമെൻസിൻ്റെയൊക്കെ അറ്റോമിക് വെയിറ്റ് കണ്ടോ ചറപറാന്ന് തന്നിരിക്കും. കുഞ്ഞു ഇതാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെഴുതിയാൽ മതി. ഈ അറ്റോമിക് വെയിറ്റൊക്കെ നമുക്ക് കാൽക്കുലേഷനിലോ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ആവശ്യം വരും. അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അന്നേരം കെമിസ്ട്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിൾ, അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് 87ാമത്തെ പേജിൽ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. 87ാമത്തെ പേജിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ നമുക്ക് കെമിക്കൽ ഫോർമുല മീഥേൻ CH4 ആണ്, ഈഥെയിൻ C2H6, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ കാര്യമായിട്ടുണ്ട്. അന്നേരം അതെല്ലാം ഒന്ന് നോക്കി വെക്കാൻ നമുക്ക്, അല്ലെങ്കിൽ നോക്കാൻ ഇത് നമുക്ക് സഹായം ആകും എന്നുള്ളതാണ്. ഒരിക്കലും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ദുരുപയോഗം ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടും ആവശ്യത്തിന് ഇവൻ സഹായം തരും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ ഇത്രയുണ്ട്. ബാക്കി ഒരുപാട് കൂടുതലുള്ളത് +2 +2 ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അടുത്ത കെമിസ്ട്രി കഴിഞ്ഞിട്ട് മാത്സാണ്. ഒന്നാമത് വളരെ ചെറിയ
കുരാന്നുള്ള അക്ഷരമാണ്. ഇല്ല ഡാപ്പൊക്കെ എഴുതുന്ന പോലുള്ളതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് തന്നെ അവർ. അതുകൊണ്ട് വായിച്ചെടുക്കാൻ നിങ്ങൾ പറഞ്ഞ പേജ് നമ്പറൊക്കെ പറയാം. മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് ഫോർമുല 33ാമത്തെ പേജാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ -b+1 - -4ac/2a അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒക്കെ ഒരു ഇക്വേഷൻസ് കിടപ്പുണ്ട്. കോംപ്ലക്സ് നമ്പർ z=x+iy കണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ചൊക്കെ കിടപ്പുണ്ട്. +2ൻ്റെ മെട്രിക്സും അങ്ങനെ വെക്റ്റേഴ്സും ഒക്കെയാണ് പിന്നെ കിടക്കേണ്ടത്. അത് നമുക്ക് ആവശ്യമില്ല. തൊട്ടടുത്ത പേജിലോട്ടൊക്കെ പോകുമ്പം മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് ഫോർമുലയൊന്നും നിങ്ങൾക്ക് ഒരുപാടൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് പിന്നീട് ഇതാണ് മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് ഫോർമുല. ഏരിയ, ഓരോന്നിൻ്റെ ഏരിയ ഒക്കെ കിടപ്പുണ്ട്. ഇപ്പം ട്രയാങ്കിളിൻ്റെ, സർക്കിളിൻ്റെ, എലിപ്സിൻ്റെ ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ഏരിയ ഒക്കെ കിടപ്പുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ ആവശ്യം വരുന്നതാണ് ട്രിഗണോമെട്രിയിൽ ഓരോന്നിൻ്റെ ഇക്വേഷൻ. അന്നേരം അതെല്ലാം കിടപ്പുണ്ട്. സൈൻ തീറ്റ കണ്ട ഓരോന്നിൻ്റെയും സൈൻ 2θ എന്ന് പറഞ്ഞാൽ 2 sin θ cos θയാണ്. cos 2θ എന്ന് പറഞ്ഞാൽ cos square θ - sin square θ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് cos a + cos b, sin a + sin b, sin a - sin b ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലാസ് ചെയ്ത് നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മുടെ പോളാർ ഫോം, കോണിക് സെക്ഷൻ്റെയും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അതിനകത്തുള്ള ഇക്വേഷൻസും ഒക്കെ കിടപ്പുണ്ട്. അന്നേരം നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊക്കെ വെച്ച് താങ്ങാം എന്നൊക്കെയുള്ള ഒരു പ്രത്യേകത മാത്സിൻ്റെ ഇത്രയും കാര്യങ്ങൾ കിടപ്പുണ്ട്. കുറേ +2ൻ്റെയും ഈ പറഞ്ഞതൊക്കെ +1ൻ്റെയും ആണ്. ഇനി ഫിസിക്സിലോട്ട് കയറി വരുമ്പം ഒരുപാട് ഉപകാരമാകുന്ന സാധനങ്ങൾ കിടക്കുന്നത് ഫിസിക്സിലാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അത് നമ്മൾ ക്ലാസ് ടേബിളിൽ വളരെ ശ്രദ്ധിക്കുമ്പം SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിനകത്ത് SI യൂണിറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഓരോന്നുണ്ടത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, കാൻഡില, മോള് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫണ്ടമെൻ്റൽ മെക്കാനിക്കൽ സിസ്റ്റം, മീറ്റർ, കിലോഗ്രാം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. CGS സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയമെൻഷൻസ്, മാസിൻ്റെ M, ലെങ്തിൻ്റെ L, ടൈമിൻ്റെ T, ഏരിയയുടെ കുറേ 10-15 ക്വാണ്ടിറ്റീസിൻ്റെയോളം ഡയമെൻഷൻ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അത് എന്നാൽ പോലും ഇതിനകത്ത് കിടപ്പുണ്ട്, ഇക്വേഷൻസ് കിടപ്പുണ്ട്. അന്നേരം അതിൻ്റെ എല്ലാം യൂണിറ്റുകൾ കിടപ്പുണ്ട്. അത് SI യൂണിറ്റും ഉണ്ട്, CGS സിസ്റ്റത്തിനകത്ത് യൂണിറ്റും ഉണ്ട്. ഡയമെൻഷനും വളരെ ഉപകാരപ്പെടുന്നതാണ്. ഒരു മാഷ് ഇതൊക്കെ പറഞ്ഞ് തന്നിട്ട് ഇതെല്ലാം ഇതുപോലെ കോപ്പി അടിക്കാമെന്ന് വിചാരിക്കും. ഇത് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ എന്താണ് ലെങ്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് സെക്കൻഡ് ഇയറിലെ കുറച്ച് ടോപ്പിക്കുകളിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് എന്നുള്ളതാണ്. അതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് ബാക്കിയുള്ളതൊക്കെ സെക്കൻഡ് ഇയറാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണമല്ലോ. അതിനകത്തുള്ള കുറേ സാധനങ്ങൾ നമുക്ക് വേണം. അവഗാഡ്രോ കോൺസ്റ്റൻറ്റിൻ്റെ എല്ലാ വാല്യൂസ് ഉണ്ട്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്താണെന്നും അതിൻ്റെ യൂണിറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, സ്പെസിഫിക് കപ്പാസിറ്റി അതിൻ്റെ എല്ലാം ഡെഫിനിഷൻ സഹിതമുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി, അതായത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ. ഹീറ്റ് കപ്പാസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ലേറ്റൻറ്റ് ഹീറ്റ്, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ ഇല്ലാത്ത സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യങ്ങളായി വരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ 10th +2 വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വലിയ കാര്യങ്ങളായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഉപകരിക്കാൻ അത്യാവശ്യം ഒരു ഞൊടുക്ക് വിദ്യകൾക്കൊക്കെ ആവശ്യപ്പെടും. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലാസ് ടേബിൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു കാര്യം ഇവിടെ പറയാം. ക്ലാസ് ടേബിൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് 60 മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല, നമ്മളെ കുറച്ച് സഹായിക്കുന്ന ഒരു ബുക്കായിട്ട് വേണം ക്ലാസ് ടേബിളിനെ കരുതാൻ. ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിങ്ങൾ ഇതിനകത്ത് വാരി വലിച്ച് എഴുതുകയോ എല്ലാം നിറച്ച് എഴുതിക്കൊണ്ടൊക്കെ പോയി എക്സാമിൻ്റെ പേപ്പറിനെക്കാട്ടി കൂടുതൽ ഇതിനകത്തൊക്കെ നിറച്ച് വെച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് പോയാൽ അത് മാൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും കണക്കാക്കും. അത് നമുക്ക് പണി കിട്ടുകയും ചെയ്യും. അത് ചെയ്തിരിക്കുക. ഇവനെ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ കുറച്ച് മാർക്ക്, ഒരു 4-5 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് പൊതുവേ ഒരു ക്ലാസ് ടേബിൾ കൊണ്ടുള്ള ഉപയോഗം. ഇവൻ മോശക്കാരനല്ല, പുലിയാണ്. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞ പേജുകളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും. വളരെ സിമ്പിളായിട്ട് അത്രയും മതി തൽക്കാലം. അതുപോലെ അത് മതി. കാരണം ഈ വീഡിയോ നിർത്തുന്നു.
കമൻസ് നിങ്ങൾക്ക് എഴുതാം, ഉറപ്പായിട്ടും കമൻസ് ലൈക്സും ഒക്കെ പോടാം അടിപൊളിയായിട്ട്. അന്നേരം എല്ലാവിധ ബെസ്റ്റ് വിഷസ് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് പറഞ്ഞുകൊണ്ട് മാഷ് നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ വാ.